Dear students, കഴിഞ്ഞ ക്ലാസ്സോട് കൂടി അരിത്തമെറ്റിക് സീക്വൻസസ് എന്ന ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി സെക്കൻഡ് ചാപ്റ്റർ ആരംഭിക്കുകയാണ്. സെക്കൻഡ് ചാപ്റ്റർ സർക്കിൾസ്. ഈ സർക്കിൾസിലെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സുകൾ പറയുന്നതിന് മുമ്പേ ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ ആദ്യത്തിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാം. അതിലൊന്നാമത്തത് 5 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ഒരു ലൈൻ സെഗ്മെൻറ്റ് വരച്ചിട്ട് അത് ഹൈപ്പോട്ടന്യൂസ് ആവുന്ന രീതിയിൽ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ ആ റൈറ്റ് ട്രയാങ്കിളിൻ്റെ റൈറ്റ് ആംഗിളിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡായിരിക്കും ഹൈപ്പോട്ടന്യൂസ്, അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളാണ് റൈറ്റ് ആംഗിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാത്രമല്ല ഒരു ട്രയാങ്കിളിൻ്റെ സം ഓഫ് 3 ആംഗിൾസ് ഈസ് 180 ഡിഗ്രി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ സം ഓഫ് 3 ആംഗിൾസ് 180 ഡിഗ്രി ആവുകയും അതിലൊരു ആംഗിൾ 90 ഡിഗ്രി ആവുകയും ചെയ്യുകയാണെങ്കിൽ മറ്റ് 2 ആംഗിൾസിൻ്റെ സമ്മ് എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഒരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാൻ, അതായത് 5 സെൻറ്റിമീറ്റർ ഹൈപ്പോട്ടന്യൂസ് ആവുന്ന രീതിയിൽ റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ എൻഡിലുള്ള ആംഗിളും ഈ എൻഡിലുള്ള ആംഗിളും കൂടെ ആഡ് ചെയ്താൽ 90 ഡിഗ്രി കിട്ടണം. അങ്ങനെയുള്ള 2 ആംഗിൾസ് ചൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഒരു ലൈൻ സെഗ്മെൻറ്റ് ഇങ്ങോട്ടും ഇവിടുന്ന് ഒരു ലൈൻ സെഗ്മെൻറ്റ് ഇങ്ങോട്ടും വരച്ച് കഴിഞ്ഞാൽ ദേ വിൽ ഇൻ്റർസെക്റ്റ് അറ്റ് എ പോയിൻറ്റ് ആൻഡ് ദാറ്റ് പോയിൻറ്റ് വിൽ ബി എ പോയിൻറ്റ് അറ്റ് വിച്ച് ദി ആംഗിൾ ഈസ് 90 ഡിഗ്രി. ഓക്കെ, ഇവിടെ 90 ഡിഗ്രി ഉള്ള ഒരു ആംഗിൾ ഫോം ചെയ്യും. അതുകൊണ്ട് ഈ ട്രയാങ്കിൾ ഒരു റൈറ്റ് ട്രയാങ്കിളായി മാറുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ആദ്യം തന്നെ സർക്കിൾസ് എന്നുള്ള ഹെഡിങ് ഒക്കെ എഴുതുക. അതിനുശേഷം ഈ പറഞ്ഞ കാര്യം ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് തന്നെ സ്വന്തമായി ചെയ്തു നോക്കാവുന്നതാണ്. 1ൽ നിന്ന് 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 5 സെൻറ്റിമീറ്റർ വരെ ഒരു ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കുന്നു. എന്നിട്ട് ആ 5 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ലൈൻ സെഗ്മെൻറ്റ് എന്തായി മാറണം? ഹൈപ്പോട്ടന്യൂസായി മാറണം. അപ്പോൾ ഈ 2 എൻഡിലുണ്ടാവുന്ന ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് മസ്റ്റ് ബി 90 ഡിഗ്രി. അതുകൊണ്ട് ഈ എൻഡിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഒരു ഇഷ്ടമുള്ളൊരു ആംഗിൾ മാർക്ക് ചെയ്യുന്നു. ഞാനിവിടെ ഒരു 35 ഡിഗ്രി മാർക്ക് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ 35 ഡിഗ്രിയിൽ ഒരു ലൈൻ സെഗ്മെൻറ്റ് ഇങ്ങനെ വരയ്ക്കുന്നു. ദിസ് ഈസ് 35. അടുത്തത് ഇവിടെ എത്ര വരണം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുക. 35 + 55 ആണ് 90 ഡിഗ്രി. അപ്പോൾ ഈ എൻഡിൽ പ്രൊട്രാക്ടർ വെക്കുന്നു. എന്നിട്ട് ഒരു 55 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. ആ 55 ഡിഗ്രി ഇവിടെയുള്ള 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 0 എന്ന് സ്റ്റാർട്ട് ചെയ്തു. 55 ഡിഗ്രി ഇവിടെ ആ പോയിൻറ്റിൽ 55 ഡിഗ്രി മാർക്ക് ചെയ്തു. ഓക്കെ, ഇതാണ് നമ്മൾ പോയിൻ്റ്, ഇപ്പോൾ പുതുതായിട്ട് പ്ലോട്ട് ചെയ്തിരിക്കുന്ന പോയിൻ്റ് ഇതാണ്. അതിനുശേഷം എന്ത് ചെയ്യാം? ഇവിടുന്ന് ആ പോയിൻറ്റിലേക്ക് ഒരു ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കുന്നു. വരയ്ക്കുന്ന സമയത്ത് ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന രീതിയിൽ ഈ ലൈന് ഒന്നുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യാം. ദെൻ ഹിയർ യു വിൽ ഗെറ്റ് an angle. This is 55 degree. അപ്പോൾ 55 + 35 = 90. Therefore this will be a right angle. അപ്പോൾ അത് റൈറ്റ് ആംഗിൾ ആവുന്നത് കൂടി ഇതെന്തായി മാറും? ഈ 5 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ലൈൻ സെഗ്മെൻറ്റ് നമ്മൾ ആദ്യം വരച്ചത് ഒരു ഹൈപ്പോട്ടന്യൂസായി മാറും. അപ്പോൾ ഇതേപോലെ ഏത് ലൈൻ സെഗ്മെൻറ്റ് തന്നിട്ടും ആ ലൈൻ സെഗ്മെൻറ്റ് ഒരു ഹൈപ്പോട്ടന്യൂസ് ആവുന്ന രീതിയിൽ റൈറ്റ് ആംഗിളിൽ ട്രയാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ 2 ആംഗിൾസിൻ്റെ സമ്മ് 90 ആവുന്ന രീതിയിൽ ചൂസ് ചെയ്യുക. എന്നിട്ട് ഇപ്പം ഞാൻ ചെയ്ത പോലെ ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. ഒരു സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് വരയ്ക്കാവുന്നതാണ്. ഓക്കെ, ഇവിടെ കാണാം ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ട് വരയ്ക്കുന്ന ഇത് 5 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ഒരു ലൈൻ സെഗ്മെൻറ്റാണ്. ആ ലൈൻ സെഗ്മെൻറ്റ് ആദ്യം തന്നെ വരച്ചു. എന്നിട്ട് സെറ്റ് സ്ക്വയറിൻ്റെ ഒരു ആംഗിൾ 90 ആണ് നമുക്കറിയാം. അപ്പോൾ ഈ മുകൾ ഭാഗത്ത് 90 വരുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് ഈ എഡ്ജ് ഇതിൽ പാസ് ചെയ്യണം, ഈ എൻഡ് പോയിൻറ്റിലൂടെ പാസ് ചെയ്യണം. അതേപോലെ തന്നെ ഈ എഡ്ജ് ഈ എൻഡ് പോയിൻറ്റിലൂടെ പാസ് ചെയ്യണം. ആ രീതിയിൽ വെച്ചതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ സെഗ്മെൻറ്റ് ഇങ്ങനെ ഒരു ലൈൻ സെഗ്മെൻറ്റ് ഇവിടുന്ന് ഇങ്ങോട്ടൊരു ലൈൻ സെഗ്മെൻറ്റ് വരച്ച് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് വാട്ട്? എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ആൻഡ് ഇറ്റ്സ് ഹൈപ്പോട്ടന്യൂസ് വിൽ ബി 5 സെൻറ്റിമീറ്റർ. അങ്ങനെയും
ചെയ്യാം. ഓക്കെ, അതായത് ആദ്യം തന്നെ ഒരു 5 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കുന്നു. സീറോയിൽ സ്റ്റാർട്ട് ചെയ്തു, 5 സെൻറ്റിമീറ്റർ വരെ ഒരു ലൈൻ സെഗ്മെൻറ്റ് വരച്ചു. അതിനുശേഷം നമ്മൾ സെറ്റ് സ്ക്വയർ എടുക്കുന്നു. സെറ്റ് സ്ക്വയർ എടുത്തിട്ട് സെറ്റ് സ്ക്വയറിൻ്റെ 90 ഡിഗ്രി ആംഗിൾ ഇതാണ്. അപ്പോൾ ഇതിങ്ങനെ വെക്കുന്ന സമയത്ത് ഈ എഡ്ജ് ഈ എൻഡിൽ വരണം. ഓക്കെ, അപ്പോൾ മറ്റേ എഡ്ജ് ചിലപ്പോൾ ഇങ്ങനെ പുറത്തേക്കാവാം, ഉള്ളിലേക്കാവാം, അങ്ങനെയൊക്കെ ആവാനുള്ള സാധ്യത. ഈ രണ്ട് സൈഡും, ഈ എഡ്ജ് ഈ എൻഡിലും മറ്റേ എഡ്ജ് ആ എൻഡിലും വരുന്ന രീതിയിൽ കൊണ്ടുവരാം. ഓക്കെ, അങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം ഇഫ് വി ഡ്രോ ലൈക്ക് ദിസ്, നമുക്ക് എന്ത് കിട്ടും? വിൽ ഗെറ്റ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഇത് നമ്മൾ ആദ്യം ചൂസ് ചെയ്തു 5 സെൻറ്റിമീറ്റർ. ഓക്കെ, ആൻഡ് ദിസ് ഈസ് വാട്ട്, ദിസ് ഈസ് സെറ്റ് സ്ക്വയറിൻ്റെ 90 ഡിഗ്രി ആംഗിളാണ്. ഇത് രണ്ടും സെറ്റ് സ്ക്വയറിൻ്റെ എഡ്ജസ് ആണ്. അപ്പോൾ ഇവിടെ എത്രയാണ് ആംഗിളിൻ്റെ മെഷറൊന്നും നമ്മൾ നോക്കുന്നില്ല. അപ്പോൾ ഈ രീതിയിലും വി ക്യാൻ ഡ്രോ എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ വിത്ത് എ ഹൈപ്പോട്ടന്യൂസ് 5 സെൻറ്റിമീറ്റർ. ഓക്കെ, 5 സെൻറ്റിമീറ്റർ ഹൈപ്പോട്ടന്യൂസ് വരുന്ന രീതിയിൽ അങ്ങനെയും നമുക്ക് വരച്ചുണ്ടാക്കാം. ഇനി ഇവിടെ ഈ ഫിഗറിൽ കൊടുത്തിരിക്കുന്ന നോക്കുക. ആദ്യം 5 സെൻറ്റിമീറ്റർ ലൈൻ സെഗ്മെൻറ്റ് വരച്ചു, ലെങ്ത്തുള്ള ലൈൻ സെഗ്മെൻറ്റ് വരച്ചു. അതിനുശേഷം സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്തു? ഇങ്ങനെ ഒരു റൈറ്റ് ആംഗിൾ ഉണ്ടാക്കി. ഇനി സെറ്റ് സ്ക്വയർ തിരിച്ച് വെച്ചുകൊണ്ട് ഇപ്പം ചെയ്തതുപോലെ തന്നെ ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ ഇപ്പോൾ ഇവിടെ രണ്ട് റൈറ്റ് ആംഗിൾ കാണാം. ഓക്കെ, ഇൻ ദീസ് 2 റൈറ്റ് ആംഗിൾസ് ഹൈപ്പോട്ടന്യൂസ് ഈസ് 5 സെൻറ്റിമീറ്റർ. പക്ഷേ ഇങ്ങനെ രണ്ട് റൈറ്റ് ആംഗിൾസ് മാത്രമല്ല, ധാരാളം റൈറ്റ് ആംഗിൾസ് വരയ്ക്കാൻ നമുക്ക് സാധിക്കും. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കുറേ റൈറ്റ് ആംഗിൾസ് വരയ്ക്കാൻ പറ്റും. എല്ലാ റൈറ്റ് ആംഗിൾസിൻ്റെയും ഹൈപ്പോട്ടന്യൂസ് എന്തായിരിക്കും? 5 സെൻറ്റിമീറ്റർ. ആദ്യം 5 സെൻറ്റിമീറ്റർ വരച്ചു, എന്നിട്ട് ഇപ്പം പറഞ്ഞ പോലെ സെറ്റ് സ്ക്വയർ വെക്കുന്നു. ആ സെറ്റ് സ്ക്വയർ വെക്കുമ്പോൾ സെറ്റ് സ്ക്വയറിൻ്റെ ആ 90 ഡിഗ്രി ആംഗിൾ നമുക്കിങ്ങനെ ചേഞ്ച് ചെയ്ത് പല ഭാഗത്തേക്കും വെക്കാം. ഓക്കെ, മുകൾ ഭാഗത്ത് പല ഭാഗത്തും വെക്കാം. അതേപോലെ തന്നെ താഴെയും പല പോയിൻറ്റിലേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ 90 ഡിഗ്രി വരുന്ന വെർട്ടെക്സ് മാറ്റാൻ പറ്റും. അങ്ങനെ മാറ്റുന്ന സമയത്ത് ഇതേപോലെ ധാരാളം റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് കിട്ടും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ റെഡ് ഡോട്ട്സ് കാണാം. ഈ റെഡ് ഡോട്ട്സൊക്കെ എന്താണ്? ഈ സെറ്റ് സ്ക്വയർ, ഇപ്പം ഞാൻ വെച്ചതുപോലെ സെറ്റ് സ്ക്വയർ വെച്ച സമയത്ത് ആ സെറ്റ് സ്ക്വയറിൻ്റെ 90 ഡിഗ്രി ആംഗിളിൻ്റെ വെർട്ടെക്സ് സ്ഥിതി ചെയ്ത പോയിൻറ്റ്സാണ് ഇതെല്ലാം. അങ്ങനെയുള്ള എല്ലാ പോയിൻറ്റ്സും കൂടെ പരിഗണിക്കുന്ന സമയത്ത് വെൻ വി കൺസിഡർ ഓൾ സച്ച് പോയിൻറ്റ്സ് വി ക്യാൻ സീ ദാറ്റ് ഓൾ സച്ച് പോയിൻറ്റ്സ് വിൽ ഫോം എ സർക്കിൾ. ഒരു സർക്കിൾ ഫോം ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ മാർക്ക് ചെയ്ത പോയിൻറ്റ്സ് മാത്രമല്ല, ഇതിൻ്റെ ഇടയിലൊക്കെ വീണ്ടും ധാരാളം പോയിൻറ്റ്സുകൾ ഇതേപോലെ തന്നെ ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ, ഇനി ഈ ഐഡിയ ഒക്കെ വെച്ചുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് വീണ്ടും പറയാൻ പോകുന്നത്. അടുത്ത സൈഡ് ഹെഡിങ് ഇതാണ്, റൈറ്റ് ആംഗിൾ ആൻഡ് സർക്കിൾ. ഓക്കെ, സർക്കിളും റൈറ്റ് ആംഗിളും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇതായിരുന്നു നേരത്തെ വരച്ച 5 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ലൈൻ സെഗ്മെൻറ്റ് എന്ന് വിചാരിക്കുക. ഇത് നമ്മൾ വെച്ച സെറ്റ് സ്ക്വയർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ സെറ്റ് സ്ക്വയറിലെ ഒരു 90 ഡിഗ്രി ആംഗിൾ വരുന്ന വെർട്ടെക്സ് ആണ് ഇത്, ഈ വെർട്ടെക്സ്. ഇത് ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കാമെന്ന് പറഞ്ഞു. നേരെ മേലെ നമ്മൾ കാണിച്ച ഈ ഫിഗറിൽ അങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു ആംഗിൾ മാത്രം എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ആംഗിളിന് നമുക്ക് ആംഗിൾ ഇൻ എ സെമി സർക്കിൾ എന്ന് പറയാം. എന്തുകൊണ്ടാണ് ആംഗിൾ ഇൻ എ സെമി സർക്കിൾ എന്ന് പറയാൻ കാരണം? ഇത് ഹൈപ്പോട്ടന്യൂസ് ആണ് അല്ലേ? ഈ റൈറ്റ് ആംഗിൾ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇത് നമ്മൾ തൊട്ട് മേലെ പറഞ്ഞ ഈ ഫിഗറിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും ഇതെന്താണ്. ഇത് ഈ സർക്കിളിൻ്റെ ഡയമീറ്ററായി മാറും. അങ്ങനെയാണെങ്കിൽ ഇതിന് മേലോട്ടുള്ളത് എന്താണ്? സെമി സർക്കിളാണ്. അതേപോലെ തന്നെ താഴെ ഭാഗത്തേക്കുള്ളതും സെമി സർക്കിളാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 5 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ലൈൻ സെഗ്മെൻറ്റ് എന്താണ്? ഒരു ഡയമീറ്ററാണ്, ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ.
അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് സെമി സർക്കിളാണ്, ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് സെമി സർക്കിളാണ്. സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ സർക്കിളിൻ്റെ നേരെ ഹാഫ്, അതായത് സെൻറ്ററിലൂടെ നമ്മൾ ഡയമീറ്റർ വരയ്ക്കുന്നു. അപ്പോൾ ഈ സർക്കിൾ 2 ഈക്വൽ പാർട്സായി മാറും. അതിൽ ഓരോ പാർട്ടിനും പറയുന്ന പേരാണ് സെമി സർക്കിൾ. അപ്പോൾ ഈ ആംഗിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ സീ ദാറ്റ് ദിസ് ആംഗിൾ ഈസ് റൈറ്റ് ആംഗിൾ ആൻഡ് ദിസ് റൈറ്റ് ആംഗിൾ ഈസ് ഇൻ എ സെമി സർക്കിൾ. ഈ സെമി സർക്കിളിലാണ് ഈ റൈറ്റ് ആംഗിൾ എന്ന് കാണാൻ സാധിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് കാണാം ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ്. അതിന് മുമ്പേ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇഫ് വി ജോയിൻ ദ എൻഡ്സ് ഓഫ് എ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ടു എ പോയിൻ്റ് ഓൺ ദ സർക്കിൾ വി ഗെറ്റ് എ റൈറ്റ് ആംഗിൾ. ഓക്കെ, ഒരു സർക്കിളിലെ ഡയമീറ്ററിൻ്റെ 2 എൻഡ്സും നമ്മൾ എന്ത് ചെയ്യുക, ഒരു സർക്കിളിലുള്ള ഒരു പോയിന്റിലേക്കാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടുമെന്നാണ് പറയുന്നത്? വി ഗെറ്റ് എ സെമി സർക്കിൾ. ഓക്കെ, അതായത് ഒരു സർക്കിൾ വരയ്ക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ചെയ്തു വെക്കാവുന്നതാണ്. ഒരു സർക്കിൾ വരച്ചു. ഇങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കുന്നു. അപ്പോൾ നമ്മൾ വെച്ച പോയിൻ്റ് ഇതാണ്, കോമ്പസ് വെച്ച പോയിൻ്റ്. therefore that is what center of the circle. ആ സെൻറ്ററിലൂടെ ഒരു കോഡ് വരയ്ക്കുന്നു. ദ ലോങ്ങസ്റ്റ് കോഡ് ഓഫ് ദ സർക്കിൾ എന്നാണ് ഇതിന് പറയുക. ദിസ് ഈസ് ഡയമീറ്റർ. ഓക്കെ, ദിസ് ഈസ് സെൻറ്റർ. അപ്പോൾ ഈ ഡയമീറ്ററിൻ്റെ മുകൾ ഭാഗം ഒരു സെമി സർക്കിൾ, ഇത്രയും ഭാഗം സെമി സർക്കിൾ, ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതും സെമി സർക്കിളാണ്. ഇനി അവിടെ പറഞ്ഞിരിക്കുന്നത്, ഇപ്പം പറഞ്ഞത് ഇഫ് യു ജോയിൻ ദി എൻഡ്സ് ഓഫ് എ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ടു എ പോയിൻ്റ് ഓൺ ദ സർക്കിൾ വി ഗെറ്റ് എ റൈറ്റ് ആംഗിൾ എന്നാണ്. ഇവിടെ എവിടെയെങ്കിലും സർക്കിളിൽ ഒരു പോയിൻ്റ് എടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊരു പോയിൻ്റ് എടുത്തിട്ട് ആ പോയിൻറ്റിനെ എന്ത് ചെയ്യുക, ഈ ഡയമീറ്ററിൻ്റെ ഈ എൻഡിലേക്കും ഈ എൻഡിലേക്കും ജോയിൻ ചെയ്യുക. ഇവിടുന്ന് ഇങ്ങനെ ഡയമീറ്ററിൻ്റെ ഈ എൻഡിലേക്ക് വരയ്ക്കുന്നു, അതേപോലെ തന്നെ ഈ എൻഡിലേക്കും വരയ്ക്കുന്നു, ഇങ്ങനെ വരയ്ക്കുന്നു. അങ്ങനെ വരയ്ക്കുമ്പോൾ ഇവിടെ ഒരു ആംഗിൾ കിട്ടും. ദാറ്റ് ആംഗിൾ ഈസ് റൈറ്റ് ആംഗിൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇഫ് എനി പോയിൻ്റ് ഓൺ ദ സർക്കിൾ ഈസ് ജോയിൻഡ് ടു ബോത്ത് എൻഡ്സ് ഓഫ് എ ഡയമീറ്റർ ദെൻ ദി ആംഗിൾ ഫോംഡ് ഈസ് എ റൈറ്റ് ആംഗിൾ എന്ന് പറയും. അപ്പോൾ നമ്മൾ നേരത്തെ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിരുന്നു അല്ലേ? സെറ്റ് സ്ക്വയറിൽ ഒരു ആംഗിൾ എന്താണ്? 90 ആണ്. അത് നമ്മൾ ഇവിടെ ഇങ്ങനെ വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്തെന്ന്. ദാറ്റ് ആംഗിൾ ഈസ് 90 ഡിഗ്രി ആംഗിൾ. ഓക്കെ, കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇറ്റ് ഈസ് റൈറ്റ് ആംഗിൾ എന്ന്. ഞാൻ അവിടെ ഒരു പോയിൻ്റ് എടുത്തുകൊണ്ട് എവിടെയും എടുക്കാം. ഇപ്പോൾ ഇവിടെയാണ് ഒരു പോയിൻ്റ് എടുക്കുന്നത് വിചാരിക്കുക. എന്നിട്ട് ആ പോയിൻ്റ് ഇങ്ങനെ ഇങ്ങോട്ട് ജോയിൻ ചെയ്തു. അതേപോലെ തന്നെ ഈ എൻഡിലേക്കും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് എ സെമി സർക്കിൾ. therefore this is an angle in a semi circle. that angle will be 90 ഡിഗ്രി ആംഗിൾ. നിങ്ങൾക്ക് സ്വന്തമായി ചെയ്ത് നോക്കാവുന്നതാണ്. എന്നിട്ട് സെറ്റ് സ്ക്വയർ എടുത്തിട്ട് ഇങ്ങനെ വെച്ച് നോക്കുക. ദെൻ യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഈസ് എക്സാക്ട്ലി 90 ഡിഗ്രി. ഇപ്പോൾ ഞാൻ മേലെ ഭാഗത്ത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇവിടെ താഴ്ഭാഗത്തൊക്കെ നിങ്ങൾക്ക് അതുപോലെ പോയിൻറ്റ്സ് എടുക്കാം. എവിടെ വേണമെങ്കിലും പോയിൻറ്റ്സ് എടുക്കാം. ഓക്കെ, അപ്പോൾ ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ അല്ലെങ്കിൽ 90 ഡിഗ്രി ആംഗിൾ എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇഫ് എനി പോയിൻ്റ് ഓൺ ദ സർക്കിൾ ഈസ് ജോയിൻ ടു both ends of a diameter the angle formed is a right angle, a 90 degree angle എന്നുള്ളത് മനസ്സിലാക്കി. ഓക്കെ, ഇനി ഇതിനൊരു പ്രൂഫ് ചിലപ്പം ക്വസ്റ്റ്യനായിട്ട് വരാറുണ്ട്. ദാറ്റ് ഈസ് പ്രൂവ് ദാറ്റ് ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ. ഓക്കെ, ഒരു സെമി സർക്കിളിലുള്ള ആംഗിൾ റൈറ്റ് ആംഗിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ അങ്ങനെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെയാണ് പ്രൂവ് ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ എന്ന് എങ്ങനെ പ്രൂവ് ചെയ്യുന്നു? നമ്മളൊരു എനി റേഡിയസിൽ നമ്മളൊരു സർക്കിൾ വരയ്ക്കുന്നു. ദിസ് ഈസ് എ സർക്കിൾ. അപ്പോൾ ഇതാണ് നമ്മുടെ
സെൻറ്റർ, ഡയമീറ്റർ വരയ്ക്കുന്നു. എന്നിട്ട് ഏതെങ്കിലും ഒരു പോയിൻ്റ് എടുത്തിട്ട് ആ പോയിന്റിൽ നിന്ന് ഡയമീറ്ററിൻ്റെ രണ്ട് എൻഡിലേക്കും നമ്മൾ ലൈൻ സെഗ്മെൻറ്റ്സ് വരയ്ക്കുന്നു. ഒന്ന് ഇങ്ങോട്ട് വരച്ചു, അതേപോലെ തന്നെ നേരെ തിരിച്ച് ഈ എൻഡിലേക്കും വരച്ചു. സോ വി ഗോട്ട് എ റൈറ്റ് ആംഗിൾ. ഓക്കെ, നമ്മളിപ്പോൾ മെഷർ ചെയ്ത് നോക്കുന്ന സമയത്ത് സെറ്റ് സ്ക്വയറിൻ്റെ 90 ഡിഗ്രി ആംഗിളൊക്കെ വെച്ച സമയത്ത് ഇത് 90 ഡിഗ്രി ആംഗിളാണ് നമുക്ക് ബോധ്യമായിട്ടുണ്ട്. പക്ഷേ പരീക്ഷയ്ക്ക് പ്രൂവ് ദാറ്റ് ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ എങ്ങനെയാണ് പ്രൂഫ് എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്തായിരിക്കും? പ്രൂവ് ദാറ്റ് ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ. ഓക്കെ, ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ആംഗിൾ. ഓക്കെ, ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ എന്ന് പ്രൂവ് ചെയ്യാൻ പറയും. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ വളരെ അപൂർവമായിട്ടേ ചോദിക്കാറുള്ളൂ. ഇൻ കേസ് അങ്ങനെ ചോദിച്ചാൽ വെരി സിമ്പിളാണ് പ്രൂഫ്. എങ്ങനെയാണ് പ്രൂവ് ചെയ്യാൻ എന്നുള്ളത് നോക്കുക. സർക്കിൾ വരയ്ക്കുന്നു. അപ്പോൾ സെൻറ്റർ എവിടെയാണെന്ന് നമുക്കറിയാം. സെൻറ്ററിലൂടെ ഡയമീറ്റർ വരയ്ക്കുന്നു. എവിടെയെങ്കിലും ഒരു പോയിൻ്റ് സർക്കിളിൽ എടുക്കുന്നു. എന്നിട്ട് അത് ബോത്ത് എൻഡിലേക്ക് ജോയിൻ ചെയ്യുന്നു. ദെൻ യു വിൽ ഗെറ്റ് എ റൈറ്റ് ആംഗിൾ. ഈ ആംഗിൾ റൈറ്റ് ആംഗിൾ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടൊരു ഈ വെർട്ടെക്സിലേക്കൊരു പുതിയ ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കുന്നു. അപ്പോൾ ഇത് O ആണെങ്കിൽ, സെൻറ്റർ ആണെങ്കിൽ, ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് റേഡിയസ് ആണ്, ഇതും റേഡിയസ് ആണ്, ഇതൊക്കെ റേഡിയസ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ആൻഡ് വി ക്യാൻ ഗിവ് ദ നെയിംസ്. ദിസ് പോയിൻ്റ് ഈസ് A ആൻഡ് ദിസ് പോയിൻ്റ് ഈസ് B ആൻഡ് ദിസ് ഈസ് ടേക്കൺ ടു ബി P. ഓക്കെ, അപ്പോൾ 3 പോയിൻറ്റ്സ് എടുത്തു. A, B, P എന്നെടുത്തു. ഓക്കെ, ഇനി ഈ ആംഗിൾ, അതായത് APB എന്ന ആംഗിൾ 90 ഡിഗ്രി ആംഗിളാണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ പറഞ്ഞു OB ഈസ് റേഡിയസ് ആൻഡ് OP ഈസ് റേഡിയസ്, OA ഓൾസോ ഈസ് റേഡിയസ്. ഓക്കെ, അപ്പോൾ ഒരു സർക്കിളിൻ്റെ റേഡിയായി ആകുമ്പോൾ, റേഡിയ മീൻസ് ദ പ്ലൂറൽ ഓഫ് റേഡിയസ്. ഓക്കെ, ഒന്നിലധികം റേഡിയസ് ഉണ്ടെങ്കിൽ നമ്മൾ റേഡിയായി എന്ന് പറയും. ഓക്കെ, റേഡിയായി ഇങ്ങനെയാണ് പറയുക. ഓക്കെ, റേഡിയായി. അപ്പോൾ എങ്ങനെയാണ് 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യാൻ നോക്കുക. ഇതിൽ OB ഈസ് റേഡിയസ് ആൻഡ് OP ഓൾസോ ഈസ് റേഡിയസ്. അപ്പോൾ ഇതൊരു ഐസോസിലസ് ട്രയാങ്കിളായി മാറി. അപ്പോൾ ഇതിൻ്റെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ദിസ് ആംഗിൾ ആൻഡ് ദിസ് ആംഗിൾ ബോത്ത് വിൽ ബി ഈക്വൽ. അപ്പോൾ നമുക്ക് ഇതിനെ എക്സ് എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ദിസ് ഓൾസോ ഈസ് എക്സ്. ഓക്കെ, അതുപോലെ OP ആൻഡ് OA ആർ ഈക്വൽ ബിക്കോസ് ദേ ആർ റേഡിയൈ ഓഫ് ദ സെയിം സർക്കിൾ. സിൻസ് OP ആൻഡ് OA ആർ ഈക്വൽ, ദിസ് ട്രയാങ്കിൾ OAP ഈസ് an isosceles triangle. Therefore, two angles will be equal. That means this angle and this angle both will be equal. And this can be called as Y and this can be called as Y. That means measures of these two angles can be denoted by Y. Okay. ഇത്രയും ചെയ്തു വെക്കുന്നു. And we want to prove that angle APB is equal to right angle. And for that, we'll consider the triangle APB. ഈ APB എന്ന ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. And we have studied that angle A plus angle B plus angle C is equal to 180 degree. Okay, that is the sum of three angles of any triangle is 180 degree നമ്മൾ പഠിച്ചിട്ടുണ്ട്. Then look at the figure. What is A? Okay, angle A means Y. So angle A Y and angle B is equal to X. Therefore X plus then angle C, angle not angle C, angle P. Okay, angle P. Angle P is what? Y plus X or X plus Y. എങ്ങനെ കൊടുക്കാം? Okay, so P ക്ക് പകരം എന്ത് എഴുതാം? X plus Y. And this is equal to 180 degree. You can see X plus X, that means 2X. Y plus Y, that means 2Y. So we will get 2x plus 2y is equal to 180 degree. This step one then you can write this one only. 2 into x plus y is equal to 180 degree.
Okay, but 2 common factor ആണ്, so that 2 is taken outside, the rest is written inside the bracket. So 2 into x plus y is equal to 180 degree. Then you will get x plus y is equal to 180 by 2, and that's equal to 90 degree. Now we got x plus y is equal to 90 degree. X plus y എന്നുള്ളത് ഫിഗറിൽ നോക്കിയാൽ you can see x ഉം y ഉം കൂടെ കൂടി കഴിഞ്ഞാൽ എന്താ കിട്ടുക? ആംഗിൾ P. Okay, that means that is angle P is equal to 90 degree. And what is angle P? Angle P is a angle in a semicircle. So you can write what, therefore angle in a semicircle. Okay, angle in a semicircle is right. Okay, right means right angle. Okay, angle in a semicircle is right means angle in a semicircle is right angle. ഓക്കെ, ഇനി മറ്റ് ചില പ്രത്യേകതകൾ കൂടി നമുക്ക് നോക്കാം. ഇനി പല രീതിയിലും നമുക്ക് പറയാം, വേറെ പല രീതിയിലും ചില കാര്യങ്ങൾ നമുക്ക് പറയാവുന്നതാണ്. അതായത് ഇപ്പോൾ ഒരു സർക്കിളിലുള്ള ഏതെങ്കിലും ഒരു പോയിൻറ്റിനെ ഡയമീറ്ററിൻ്റെ 2 എൻഡിലേക്ക് നമ്മൾ ലൈൻ സെഗ്മെൻറ്റ് വരച്ചുകൊണ്ട് ജോയിൻ ചെയ്താൽ ദി ആംഗിൾ ഫോംഡ് അറ്റ് ദ പോയിൻ്റ് ഈസ് റൈറ്റ് ആംഗിൾ നമ്മൾ പഠിച്ചു അല്ലേ. ഇനി ആ പോയിൻ്റ് സർക്കിളിലല്ലെങ്കിൽ, സർക്കിളിന് പുറത്താണെങ്കിൽ അല്ലെങ്കിൽ സർക്കിളിന് ഉള്ളിലാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്നാണ് നമ്മളിനി മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, സർക്കിൾ എവിടെയൊക്കെ വരാം, പോയിൻ്റ് എവിടെയൊക്കെ വരാം, സർക്കിളിന് ഉള്ളിലാവാം, സർക്കിളിന് പുറത്താവാം, സർക്കിളിലാവാം. അപ്പോൾ സർക്കിളിലാണെങ്കിൽ ആ പോയിൻറ്റിനെ 2 എൻഡിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് വാട്ട്, ആ പോയിൻറ്റിൽ ഒരു റൈറ്റ് ആംഗിൾ കിട്ടും എന്നുള്ളത് നമ്മളിപ്പോൾ മനസ്സിലാക്കി. ഓക്കെ, ഇനി ആ പോയിൻ്റ് സർക്കിളിൻ്റെ ഉള്ളിലാണെങ്കിൽ അതുപോലെ തന്നെ സർക്കിളിന് പുറത്താണെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. We know the center. ഇതാണ് സെൻറ്റർ എന്നറിയാം. അപ്പോൾ ഇത് ഡയമീറ്റർ ആണ്. ദിസ് ഇസ് ഡയമീറ്റർ. ഇങ്ങനെ തന്നെ ഡയമീറ്റർ വരയ്ക്കണമെന്നില്ല, നേരെ തിരിച്ചും വരയ്ക്കാവുന്നതാണ്. ദിസ് ഇസ് ഡയമീറ്റർ. ഇനി ഇതിൻ്റെ ഉള്ളിൽ, സർക്കിളിൻ്റെ ഉള്ളിൽ, നേരത്തെ എടുത്തിരിക്കുന്നത് സർക്കിളിൻ്റെ മേലെയായിരുന്നു. ഓക്കെ, അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, സർക്കിളിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു പോയിൻ്റ് എടുക്കുകയാണ്. ഇവിടെയാണ് പോയിൻ്റ് എന്ന് വിചാരിക്കുക. എന്നിട്ട് if that point is joined to this end of the diameter and this end of the diameter, or to the both ends of the diameter, 2 എൻഡിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ will get an angle. And this angle, while looking at this, you can understand this angle is not 90 degree angle. Okay, ഇത് 90 degree angle അല്ല എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി രണ്ടാമത്തെ ഫിഗർ നോക്കുക. ഈ ഫിഗറിൽ ഇതാണ് സർക്കിളിൻ്റെ സെൻറ്റർ. ഓക്കെ, സെൻറ്റർ. നമ്മൾ സർക്കിളിൻ്റെ ഉള്ളിൽ ഒരു പോയിൻ്റ് എടുക്കുന്നതിന് പകരം സർക്കിളിൻ്റെ പുറത്ത് നമ്മളൊരു പോയിൻ്റ് മാർക്ക് ചെയ്യുന്നു. ഇവിടെയാണ് മാർക്ക് ചെയ്യുന്നത് വിചാരിക്കുക. ദിസ് ഇസ് എ പോയിൻ്റ്. എന്നിട്ട് ആ പോയിൻറ്റിനെ എന്ത് ചെയ്യുന്നു, ഈ എൻഡിലേക്കും മറ്റേ എൻഡിലേക്ക്, 2 എൻഡിലേക്കും ജോയിൻ ചെയ്യുന്നു. ദിസ് ഈസ് ടു ദിസ് പോയിൻ്റ്. അതേപോലെ തന്നെ ഇവിടെ നിന്നും ഈ പോയിൻറ്റിലേക്കും ജോയിൻ ചെയ്യുന്നു. ഈ പോയിൻറ്റിൽ നിന്നും ഈ പോയിൻറ്റിൽ നിന്നും, അതായത് ഡയമീറ്ററിൻ്റെ 2 എൻഡ് പോയിൻറ്റിൽ നിന്നും നമ്മൾ പുറത്തെടുത്ത പോയിൻറ്റിലേക്ക് ലൈൻ സെഗ്മെൻറ്റ് വരച്ചുകൊണ്ട് നമ്മളവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ കിട്ടുന്നു. ഈ ആംഗിളിൻ്റെ മെഷർ എന്തായിരിക്കും വെൻ കമ്പയർഡ് ടു റൈറ്റ് ആംഗിൾ? റൈറ്റ് ആംഗിളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ മെഷർ ലെസ് ദാൻ ആണോ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ആണോ എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. അതേപോലെ തന്നെ ഈ ആദ്യം വരച്ച ഫിഗറിൽ നോക്കിയാലും ദിസ് ആംഗിൾ ഈസ് വെദർ ഇറ്റ് ഈസ് ലെസ് ദാൻ 90 ഡിഗ്രി ഓർ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. ദെർഫോർ ദിസ് ആംഗിൾ ഈസ് ഒബ്റ്റ്യൂസ് ആംഗിൾ എന്നാണ് നമ്മൾ പറയാം. ഇവിടെ ഇത് ലെസ് ദാൻ 90 ഡിഗ്രിയാണ്. ദെർഫോർ ഇറ്റ് ഈസ് കോൾഡ് അക്യൂട്ട് ആംഗിൾ. അപ്പോൾ എന്ത് മനസ്സിലായി? ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ ഒരു പോയിൻ്റ് എടുത്തുകൊണ്ട് ആ പോയിൻറ്റിൽ നിന്ന് ഡയമീറ്ററിൻ്റെ 2 എൻഡിലേക്കും ലൈൻ സെഗ്മെൻറ്റ് വരച്ചാൽ അവിടെ ഉണ്ടാവുന്ന ആംഗിൾ
ഒബ്റ്റ്യൂസ് ആംഗിൾ ആയിരിക്കുമെന്നും, സർക്കിളിൽ പുറത്തൊരു പോയിൻ്റ് എടുത്ത് ആ പോയിന്റിൽ നിന്ന് ഡയമീറ്ററിൻ്റെ രണ്ട് എൻഡിലേക്കും ലൈൻ സെഗ്മെൻറ്റ് വരച്ചാൽ ഉണ്ടാകുന്ന ആംഗിൾ ഒരു അക്യൂട്ട് ആംഗിൾ ആയിരിക്കും നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റി. ഇനി അത് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് പ്രൊട്രാക്ടർ വെച്ചിട്ട് അളന്ന് നോക്കാവുന്നതാണ്. ഇങ്ങനെ പ്രൊട്രാക്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് വെച്ചു. അപ്പോൾ ഈ ലൈനിലാണ് പ്രൊട്രാക്ടർ വെച്ചിരിക്കുക. അപ്പോൾ ഇവിടുന്ന് 0 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇതാണ് ആംഗിൾ. ഓക്കെ, ഇതിന് നേരെ ഇവിടെ വരും. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 0, 10, 20 ഇങ്ങനെ വന്നിട്ട് ബിറ്റ്വീൻ 40 and 50. ഓക്കെ, 50-നും 40-നും ഇടയ്ക്കാണ് ആംഗിൾ വരുന്നത്. ദാറ്റ് മീൻസ് ലെസ് ദാൻ 90. ദെർഫോർ ദാറ്റ് ഈസ് അക്യൂട്ട് ആംഗിൾ. ഇനി ഇവിടെ നമുക്ക് അതേപോലെ തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ വെച്ച് നോക്കുക. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ 0-ൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. 0-ൽ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോയാൽ ഇതാണ് ലൈൻ. ദിസ് ഈസ് ദ ലൈൻ. അപ്പോൾ ഇവിടെ വരും. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാണ് മെഷർ ഇങ്ങനെ. അപ്പോൾ ഇവിടെയാണ് 90, ഇതാണ് 90. ഈ 90-ക്കും അപ്പുറത്തേക്കാണ് ഇത് വരുന്നത്. ഓക്കെ, ദെർഫോർ ദിസ് ആംഗിൾ ഈസ് മോർ ദാൻ 90. ദെർഫോർ ദാറ്റ് ഈസ് ഒബ്റ്റ്യൂസ്. ഓക്കെ, അപ്പോൾ 2-3 പ്രത്യേകതകൾ നമ്മൾ പഠിച്ചു. ഇഫ് എനി പോയിൻ്റ് ഓൺ ദ സർക്കിൾ ഈസ് ജോയിൻറ്റ് to both ends of the diameter drawing line segments, an angle is formed and that angle will be right angle, and the angle formed by drawing line segment from a point inside the circle to the both ends of the diameter, the angle is obtuse angle. Okay, and the angle formed by drawing line segment from a point outside the circle to the both ends of the diameter is an acute angle. അപ്പോൾ അതൊക്കെ ഈ ഫിഗറൊക്കെ വരച്ചുകൊണ്ട് നിങ്ങൾക്കത് എഴുതി വെക്കാവുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതി വെക്കാവുന്നതാണ്. ഇനി എഴുതി വെച്ചിട്ടില്ലെങ്കിലും ഈ ഒരു പ്രത്യേകത നിങ്ങൾ ശരിക്കും ഓർമ്മിക്കണം, മറന്നു പോകാൻ പാടില്ല. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രൂഫൊക്കെ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തായിട്ട് കാണാം. പ്രൂഫിന് വളരെ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, എങ്കിലും വേണമെങ്കിൽ നമുക്കൊന്ന് മനസ്സിലാക്കാം. അതൊന്ന് ചർച്ച ചെയ്യാം. ഓക്കെ, ഇവിടെ ഈ പി എന്നുള്ള പോയിൻ്റ് എവിടെയാണ്? സർക്കിളിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ പിയിൽ നിന്ന് 2 ലൈൻ സെഗ്മെൻറ്റ് ബോത്ത് എൻഡ്സിലേക്കും വരച്ച് കഴിഞ്ഞു ഡയമീറ്ററിന്. അപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന ആംഗിൾ ഇതാണ്. ദിസ് ആംഗിൾ ഈസ് ഒബ്റ്റ്യൂസ്. ഇത് ഒബ്റ്റ്യൂസാണ് നമ്മളെങ്ങനെ പ്രൂവ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഈ ലൈൻ സെഗ്മെൻറ്റ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ സർക്കിൾ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്ന രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. എന്നിട്ട് ആ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുക. അപ്പോൾ ഇവിടെ യു വിൽ ഗെറ്റ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഓക്കെ, ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ ദിസ് ആംഗിൾ ഈസ് വാട്ട്? 90 ഡിഗ്രി ആംഗിൾ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ വേറെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതെന്താണ്? ഈ വെർട്ടെക്സിലുള്ള ഒരു എക്സ്റ്റീരിയർ ആംഗിളാണ് ഇത്. എക്സ്റ്റീരിയർ ആംഗിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സ്റ്റീരിയർ ആംഗിൾ at any vertex of a triangle is equal to the sum of the interior angles at the other two vertices. ഓക്കെ, ഒരു ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും ഒരു വെർട്ടെക്സിലുള്ള എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് മറ്റ് 2 ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മിന് ഈക്വലാണ് എന്ന് പഠിച്ചിട്ടുണ്ട്. എക്സ്റ്റീരിയർ ആംഗിൾ അറ്റ് ദി എനി വെർട്ടെക്സ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദി അതർ 2 ഇൻറ്റീരിയർ ആംഗിൾസ് ഓർ ദി സം ഓഫ് ദി ഇൻറ്റീരിയർ ആംഗിൾസ് അറ്റ് ദി അതർ 2 വെർട്ടീസസ് എന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്നു. ഈ സൈഡ് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ ഉണ്ടായി. ഈ എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ മെഷർ എക്സ് ആണെന്ന് വിചാരിക്കുക. ഇത് വൈ ആൻഡ് സെഡ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു വൈ പ്ലസ് സെഡ് എന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതൊരു 110 ഡിഗ്രി ആണെങ്കിൽ, ഇതൊരു 60 ഡിഗ്രി ആണെങ്കിൽ, then this will be 50 degree. 60 plus 50 is 110 and this outer angle is
110. ഓക്കെ, 8th സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ചിട്ടുണ്ടത് എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ പ്രോപ്പർട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ എക്സ്റ്റീരിയർ ആംഗിൾ എപ്പോഴും എന്താണ്, ഈ രണ്ടെണ്ണത്തിനേക്കാൾ വലുതാണ്, 50യേക്കാൾ വലുതാണ്, 60യേക്കാളും വലുതാണ്. ഓക്കെ, ആ ഒരു പ്രത്യേകതയാണ് ഇവിടെ ഉള്ളത്. എന്താണ്, ഈ എക്സ്റ്റീരിയർ ആംഗിൾ ഈസ് എ സം ഓഫ് ദീസ് ടു ആംഗിൾസ്. ഈ 90യും ഇതും കൂടെ കൂടി ചേർന്നതാണ് ഈ എക്സ്റ്റീരിയർ ആംഗിൾ. അങ്ങനെയാണെങ്കിൽ ഇത് എന്താണ്, 90യേക്കാൾ കൂടുതലാണ്. 90യേക്കാൾ കൂടുതലായിട്ടുള്ള ആംഗിൾ എന്തായിരിക്കും? ഒബ്റ്റ്യൂസ് ആംഗിൾ ആയിരിക്കും. അങ്ങനെ ഈ ആംഗിൾ ഒരു ഒബ്റ്റ്യൂസ് ആംഗിൾ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ വരച്ചിട്ട് മെഷർ ചെയ്ത് നോക്കിയ സമയത്ത് നമുക്ക് മനസ്സിലായി ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 90, ദെർഫോർ ഇറ്റ് ഈസ് ഒബ്റ്റ്യൂസ് ആംഗിൾ. ഓക്കെ, ഇനി പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് വരച്ചു, ഇത് എക്സ്റ്റെൻഡ് ചെയ്തു, ഇവിടെ മീറ്റ് ചെയ്തു, അവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചു. ദിസ് ആംഗിൾ ഈസ് 90 degree because it is an angle in a right angled in a semicircle. Okay, it's an exterior angle. Exterior angle is equal to the sum of the measures of these two angles. അങ്ങനെയാണെങ്കിൽ this is more than 90 ആണെങ്കിൽ that is obtuse angle. അതേ ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ സർക്കിളിന് പുറത്തുള്ളൊരു പോയിന്റിൽ നിന്ന് ഡയമീറ്ററിൻ്റെ രണ്ട് എൻഡിലേക്കും വരയ്ക്കുമ്പോൾ ഉണ്ടാവുന്ന ആംഗിൾ എന്താണ്, ഒരു അക്യൂട്ട് ആംഗിൾ. അതായത് ഇതൊരു അക്യൂട്ട് ആംഗിളാണെന്ന് പ്രൂവ് ചെയ്യുന്നതും അതുപോലെ തന്നെയാണ്. ഇതാണ് നമ്മുടെ ഫിഗർ. അപ്പോൾ ഈ ലൈൻ സെഗ്മെൻറ്റ് ഈ സർക്കിളിനെ ടച്ച് ചെയ്യുന്നൊരു പോയിൻ്റ് ഉണ്ടാവും, ഇൻ്റർസെക്റ്റ് ചെയ്ത് പോകുന്ന പോയിൻ്റ്. ആ പോയിന്റിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരയ്ക്കുന്നു. അപ്പോൾ ഹിയർ യു വിൽ ഗെറ്റ് എ റൈറ്റ് ആംഗിൾ. ഓക്കെ, റൈറ്റ് ആംഗിൾ കിട്ടും. ഇനി ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ ആ ട്രയാങ്കിളിൻ്റെ ഒരു ഇൻറ്റീരിയർ ആംഗിളാണിത്, അതിൻ്റെ എക്സ്റ്റീരിയർ ആംഗിളാണിത്. ഈ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത്, ഇതിൻ്റെ മെഷർ എന്ന് പറയുന്നത് ആംഗിൾ പി പ്ലസ് ആംഗിൾ ബി ആയിരിക്കും. ഈ അക്യൂട്ട് ആംഗിളും കൂടെ ചേർന്നായിരിക്കുന്നത് 90. ഓക്കെ, അതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും സമ്മ് ഈ എക്സ്റ്റീരിയർ ആംഗിളിന് ഈക്വലാണ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ കൂടിയാൽ 90 ആവുകയേ ഉള്ളൂ. ഓക്കെ, സം ഓഫ് ദിസ് ആംഗിൾ ആൻഡ് ദിസ് ആംഗിൾ ഈസ് ഈക്വൽ ടു 90. അപ്പോൾ രണ്ട് ആംഗിൾസ് കൂട്ടിയിട്ട് 90 ആവുന്നെങ്കിൽ അതിൽ ഓരോ ആംഗിളും ലെസ് ദാൻ 90 ആയിരിക്കും. സോ ദിസ് ഈസ് ലെസ് ദാൻ 90, ദിസ് ഓൾസോ ഈസ് ലെസ് ദാൻ 90. അപ്പോൾ ലെസ് ദാൻ 90 ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് വാട്ട്, അക്യൂട്ട് ആംഗിൾ. ഓക്കെ, therefore we'll get the angle formed outside the circle is acute angle. Okay, ഇനി ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് കാണാം. ആ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് കൂടെ പറഞ്ഞതിന് ശേഷം നമുക്ക് അവസാനിപ്പിക്കാം. If a pair of lines drawn from the ends of a diameter of a circle are perpendicular to each other, then they meet on the circle. Okay, all pairs of mutually perpendicular lines drawn from the ends of a fixed line meet on the circle with that line as a diameter. ഓക്കെ, എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു സർക്കിൾ വരച്ചിട്ട് ആ സർക്കിളിൻ്റെ രണ്ട് എൻഡ് പോയിൻറ്റ്സിൽ നിന്നും ലൈൻസ് വരയ്ക്കുന്നു. ഇങ്ങനെ ഇങ്ങോട്ട് വരയ്ക്കുന്നു. അപ്പോൾ കൂട്ടിമുട്ടുന്നു അല്ലേ? കൂട്ടിമുട്ടുന്ന പോയിന്റിൽ 90 ഡിഗ്രിയാണ് ഉണ്ടാവുന്നതെങ്കിൽ ദാറ്റ് പോയിന്റ് വിൽ ബി ഓൺ ദ സർക്കിൾ. ഓക്കെ, ഇതേപോലെ ഈ സർക്കിളിൻ്റെ ഡയമീറ്ററാണിത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു ലൈൻ സെഗ്മെൻറ്റ് വരച്ചു, ഇവിടുന്ന് ലൈൻ സെഗ്മെൻറ്റ് വരച്ചു. രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റിൽ 90 ഡിഗ്രിയാണ് ഉണ്ടാവുന്നതെങ്കിൽ ദാറ്റ് പോയിന്റ് ഈസ് ഓൺ ദ സർക്കിൾ. ഓക്കെ, ഇവിടെ ഡയമീറ്ററിൻ്റെ രണ്ട് എൻഡിൽ നിന്നും ലൈൻസ് വരയ്ക്കുന്നു. അങ്ങനെ ലൈൻസ് വരച്ചിട്ട് കൂട്ടിമുട്ടുന്ന പോയിന്റിൽ ഉണ്ടായിരിക്കുന്ന ആംഗിൾ എന്ത് ആംഗിളാണ്? ഒബ്റ്റ്യൂസ് ആംഗിളാണ്. അങ്ങനെ ഒബ്റ്റ്യൂസ് ആംഗിൾ ആയതുകൊണ്ട് ഈ പോയിന്റ് എവിടെയായിരിക്കും? സർക്കിളിൻ്റെ ഉള്ളിലായിരിക്കും. അപ്പോൾ ഈ ആംഗിൾ ഒബ്റ്റ്യൂസ് ആണെങ്കിൽ ദിസ് പോയിന്റ് ഈസ് ഇൻസൈഡ് ദ സർക്കിൾ. ഇനി അതേപോലെ തന്നെ ഡയമീറ്ററിൻ്റെ ഈ എൻഡിൽ നിന്ന് വരയ്ക്കുന്നു, രണ്ടും കൂടെ കൂട്ടിമുട്ടിയിട്ട് ഒരു ആംഗിൾ ഉണ്ടാകുന്നു. ഓക്കെ, ആ ആംഗിൾ എന്താണ്?
അക്യൂട്ട് ആംഗിളാണ്. അക്യൂട്ട് ആംഗിൾ ആയതുകൊണ്ട് ദിസ് പോയിൻ്റ് ഈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ. അക്യൂട്ട് ആംഗിൾ ആയതുകൊണ്ട് ഈ പോയിൻ്റ് എവിടെ ആയിരിക്കും? ഔട്ട്സൈഡ് ദ സർക്കിൾ ആയിരിക്കും. ഓക്കെ. ഇത് ഒബ്റ്റ്യൂസ് ആംഗിൾ ആയതുകൊണ്ട് ദിസ് പോയിൻ്റ് ഈസ് ഇൻസൈഡ് ദ സർക്കിൾ. അതിന് മുമ്പേ പറഞ്ഞത് രണ്ടും കൂടെ കൂട്ടിമുട്ടിയിട്ടുണ്ടാവുന്ന ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ദാറ്റ് പോയിൻ്റ് ഈസ് ഓൺ ദ സർക്കിൾ. ഓക്കെ. ഇതൊക്കെയാണ് സർക്കിൾസ് എന്ന പാഠത്തിൽ തുടക്കത്തിലുള്ള കുറേ പോയിൻറ്റ്സ് ദാറ്റ് വി ഹാവ് ടു സ്റ്റഡി ആൻഡ് കീപ്പ് ഇൻ മൈൻഡ്. ഓക്കെ. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു for attending the class. Meet you next day.